എൻ്റെ അച്ഛന് ബലിയർപ്പിക്കാനായിട്ട്, അച്ഛനും അപ്പൂപ്പനും എല്ലാവർക്കും കൂടെ ബലിയർപ്പിക്കാനായിട്ട് ഞാൻ വന്നതാണ്. നമ്മുടെ തിരുവനന്തപുരം തിരുവല്ലത്ത് ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. ഇതുണ്ട് അവിടെ കണ്ടൊരു കാഴ്ചയാണ്, നല്ല ഭംഗിയുള്ള കാഴ്ച. ഇതുണ്ട്, എന്ത് മനോഹരമായിട്ട് പൂത്ത് കിടക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ആ തറയിൽ മൊത്തം ഇതിൻ്റെ പൂക്കളാണ്. കയ്യിൽ പോലും അതിൻ്റെ മണം. ഇത് എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഇതിൻ്റെ ഒരു നടുക്കുള്ള ആ ഒരു പൂവിന് എന്താ ഈ രീതിയിലാണ്, ഒരു അടപ്പ് പോലെയാണ്. ഇങ്ങനെ ഉറുമ്പാണ്, മൊത്തം ഉറുമ്പാണ്. എന്തോരം പൂക്കളാണെന്നറിയാം, വിരിഞ്ഞ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് പറിച്ചുകൊണ്ടൊന്നും പോകാൻ പാടില്ല, ഇത് പറിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ശ്രീ ചാമുണ്ഡിയെ നമ. ഇത് ഓരോ വീടുകളിൽ വെച്ചിരുന്ന ഫോട്ടോകളാണെന്ന്. എന്താ പേര്? കാട്ടിൽ മേക്കതിൽ ദേവി. കാട്ടിൽ മേക്കതിൽ ദേവിയുടെ ഫോട്ടോ ആൾക്കാർ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിരുന്നതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഏത് ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെയൊക്കെയാണ്. ഇതിങ്ങനെ പൂ പറിക്കാവോ എന്നൊന്നും അറിയില്ല. മുത്ത് പോലെ കിടക്കുന്ന പൂവാണ്. നമുക്ക് വെറുതെ ഈ പൂവൊന്നും പറിച്ച് ആവശ്യമില്ലാത്ത ദൈവകോപമൊന്നും വരുത്തി വെക്കണ്ട. നമുക്ക് ഇങ്ങനെ തന്നെ കാണാവുന്നവരൊക്കെ കണ്ടോളി. കണ്ട എന്ത് ഭംഗിയുള്ള പൂവാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളെന്ന് പറയുന്നത് എല്ലാം എന്താ പറയുക, അതിമനോഹരവും സുന്ദരവുമാണെന്ന് പറയുന്നതിൻ്റെ തെളിവാണ്. കണ്ടോ, എന്തൊരു അടിപൊളി പൂക്കളാണ് നിറഞ്ഞ് നിൽക്കുന്ന പൂവ്. കണ്ടോ, ഇതുണ്ടോ പൂവ്? ഇതുപോലെ മുത്ത് ഒരു ബോളിൻ്റെ കൂട്ടായതിൻ്റെ പൂവ് വരുന്നത് കേട്ടോ. അതിൻ്റെ മണ്ടയിലുള്ള ആ വർണ്ണം കണ്ടോ, ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് വലിയൊരു പൂവാണ്, അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. കണ്ടോ എന്ത് ഭംഗിയാണ് നോക്ക്. ആഹാ. അപ്പോൾ ഇനി ഒന്ന് കയറി തൊഴുതിട്ട് പിന്നെ ഇപ്പം ചടങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. ചടങ്ങ് കഴിഞ്ഞ് ഇനി കയറി തൊഴാമോ എന്നറിയില്ല. ഞാൻ ഒന്ന് പറ്റുമോ എന്ന് നോക്കിയിട്ട് വരാം. നാഗദൈവങ്ങളുടെ ഇതിരിക്കുന്ന സ്ഥലം തൊഴുതിട്ട് വരാം. ഇന്ന് കോടിക്കണക്കിന് ഒരുപാട് ജനങ്ങൾ വന്ന് ചടങ്ങ് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയാണ് ആൾക്കാർ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരല്ല, ആന്ധ്രക്കാരാണ്. ആന്ധ്ര. അപ്പോൾ ഇതാണ് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി കുറേ കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് കളയും. നമ്മളെ ഈ ബലിയർപ്പിച്ചവർ എനിക്കത് തൊഴുതുകൂടല്ലോ. തൊഴാവോ? തൊഴാം. കുഴപ്പമില്ലല്ലോ. അങ്ങനെ തൊഴാനാണ് അവർ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്കൊരു സംശയം. എത്ര ദിവസം കഴിഞ്ഞത്? അല്ല, പിന്നെ ഇത് ഒരു വർഷം കഴിഞ്ഞു. പോയി തൊഴുതു എൻ്റെ കൂടെയുള്ളവരൊക്കെ കേട്ടോ. തൊഴുതോ? നമ്മൾ അറിഞ്ഞൂടാതെ ചെന്ന് കയറി കണ്ടു. ഞങ്ങളുടെ കൂടെ ബലിയിട്ടവരൊക്കെ കയറി തൊഴുതിട്ടുണ്ട്.
അതാ ചോദിച്ചത്, നമ്മൾ അറിയാതെ ഇനി ബലി ഇട്ടത് കൊണ്ട് ഇനി കയറി തൊഴാവോ ഇല്ലയോ എന്നറിയാം. കൂടെ വന്നവരൊക്കെ തൊഴുതിട്ടുണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ല. എങ്കിലും അതിൻ്റെ ഒരു ഭാരവാഹികളോടും കൂടെ ചോദിച്ചേക്കാം. അതുകൊണ്ട് അവിടെ 2-3 പേര് നമ്മളെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. അതാണ് അതെ, ഒരു സംശയം ചോദിക്കാനാണേ. അതെ, ഒരു സംശയം ചോദിക്കാനാണ്. ബലി ഇട്ട് കഴിഞ്ഞവർ അമ്പലത്തിൽ കയറി തൊഴാവോ? 1 വർഷം കഴിഞ്ഞു. ആണോ? 16 കഴിഞ്ഞാൽ കയറാം. ബലി ഇട്ടത് കൊണ്ടാണ് ചോദിച്ചത്. ശരി, അപ്പം നമുക്ക് പോയി തൊഴുതിട്ട് കയറാം, വരാം. ഓക്കെ.